അതല്ല, എന്താ പറയാ, ശ്രീനിഷും ഞങ്ങള് തമ്മിലുള്ള സൗഹൃദം വേറെയാണ്. എന്റെ നിർണായകമായ ഘട്ടത്തിൽ എന്നെ സഹായിച്ചിട്ടുള്ളവരാണ്. അപ്പൊ അവരെന്താവശ്യത്തിന് വിളിച്ചാലും പോകാതിരിക്കാൻ എനിക്ക് പറ്റില്ല, പോകും. അത് എന്താ ഈ പ്രൊമോഷന് പോകാതെ ഇരിക്കുന്നതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല, അതിനെ അനുകൂലിച്ച് പറയുന്നില്ല. അല്ല, ഇപ്പൊ ഞാനിപ്പോ ഇപ്പൊ അഭിനേതാക്കളുടെ സ്ഥലത്തുനിന്നാണ്. അഭിനേതാക്കളെ കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ സംഘടനയിൽ പരാതി പെടണം. അതിനാണ് അമ്മ. ഞാൻ ഒരു കലാകാരനാണ്. സാമൂഹിക പ്രതിബദ്ധത അല്ല സാമൂഹിക പ്രതിബദ്ധത കലാകാരന് മാത്രം മതിയോ. മക്കളെ വളർത്തേണ്ട രീതിക്ക് വളർത്തി കഴിഞ്ഞാൽ ഒരു മക്കളും വഴി തെറ്റില്ല. ഒരു കുട്ടിയുടെ മുമ്പിൽ വെച്ച് മാതാപിതാക്കൾ തമ്മിൽ വഴക്കൂടുന്നത് പോലും അവരുടെ മാനസിക അവസ്ഥയെ മാറ്റും. ഒരാൾ 5 കൊലപാതകമൊക്കെ ചെയ്യുക, ഈ 5 കൊലപാതകത്തിനിടയ്ക്കുള്ള അത്രയും സമയം അയാളുടെ മനസ്സെന്തായിരിക്കും. അത് നമ്മളൊക്കെ ആ വഴി ചെന്ന് ചാടാത്തത് അതുകൊണ്ട് ഇപ്പൊ ഇവിടെ നിൽക്കും. നമ്മുടെ പേളി ചേച്ചി ഇപ്പൊ പേളി മണി ഷോ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടല്ലോ, ഒരു ഷോ തുടങ്ങിയിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് ഇതൊന്നും പറഞ്ഞിട്ടില്ല? ഇല്ല, അറിഞ്ഞില്ല. ഇപ്പൊ കോണ്ടാക്ട് ഉണ്ടോ? യാതൊരു പേളി ചേച്ചി പേളിയുടെ തന്നെ സ്വന്തം അത് പണ്ടേ ഉള്ളതാണല്ലോ, ഇപ്പൊ ഉള്ളതല്ലോ. അത് പണ്ടേ ഉള്ളതാണ്. അതിലേക്ക് എപ്പോഴെങ്കിലും ഒരു ക്ഷണം വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. അത് ഈ സിനിമ ഇറങ്ങുമ്പോൾ വരുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? ഞങ്ങൾ തമ്മിൽ എന്താ പറയാ, ഇങ്ങനെ ഒരു ഷോയും കാര്യമായിട്ടുള്ള സുഹൃത്തുക്കളല്ല. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. അവരുടെ പല കാര്യങ്ങളും എനിക്കറിയാം, എന്റെ കാര്യങ്ങളാണ്. അത്യാവശ്യം പറയും. ഇല്ല, പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ പറയണം. ഓർമ്മിപ്പിച്ചതിന് നന്ദി. അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് പറയാം. പേയ്മെന്റ് ഒന്ന് പോവും. അതല്ല, എന്താ പറയാ, ശ്രീനിഷും ഞങ്ങള് തമ്മിലുള്ള സൗഹൃദം വേറെയാണ്. അവരെ എന്റെ നിർണായകമായ ഘട്ടത്തിൽ എന്നെ സഹായിച്ചിട്ടുള്ളവരാണ്. അപ്പൊ അവരെന്താവശ്യത്തിന് വിളിച്ചാലും പോകാതിരിക്കാൻ എനിക്ക് പറ്റില്ല, പോകും. അപ്പൊ ഇത് വിളിച്ച് പറയണം. ഈ സിനിമ ഇപ്പൊ പ്രസ് മീറ്റ് ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് പറയണം. സിനിമ കാണാൻ പോയായിരുന്നു, പേടി ചേച്ചിട്ട് പറഞ്ഞായിരുന്നു. അവര് ചെന്നൈയിലാണോ അത് വിളിച്ച് പറയും. അത് പറയണ മാത്രമല്ലല്ലോ, അവർക്ക് അറിയാലോ. നമ്മൾ പരസ്പരം എല്ലാം അറിഞ്ഞോണ്ടിരിക്കുന്നല്ലേ. സിനിമയെ കുറിച്ചാണ് ഇച്ചിരി നേരം സംസാരിച്ചോണ്ടിരുന്നത്. ഒരു അടിപൊളി സിനിമയാണ്. സംഭവം അറിയാമോ? ഈ കുറെ കാലങ്ങൾ കൊണ്ട് പറഞ്ഞ കുടുംബ സിനിമയില്ല, അച്ഛനമ്മയില്ല എന്ന് അങ്ങനെ പറഞ്ഞാൽ തെറ്റാണ്. അടുത്ത കാലത്ത് തന്നെ എത്രയോ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ. വാഴ പോലുള്ള സിനിമകളിലൊക്കെ കുടുംബ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, കഥകൾ. അപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം ഈ സിനിമ എന്ന് പറയുന്നത്, ഞാനൊക്കെ സിനിമ കണ്ടു തുടങ്ങുന്ന കാലത്തിൽ കുറെ തമാശ സിനിമകൾ ഉണ്ടായിരുന്നു, ഒരു മീഡിയം കുടുംബ പശ്ചാത്തലമുള്ള സിനിമ. അപ്പോൾ അതുപോലുള്ളൊരു സിനിമയാണ് ഇത്. ഇതിൽ ഒരുപാട് ബഹളോ അങ്ങനെയുള്ള ഇതൊന്നുമില്ല. കുടുംബപരമായിട്ട് ഒരു 2-2.5 മണിക്കൂർ ഇത് കാണാമെന്നുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ മരിച്ചത് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റിന് ഇങ്ങനെ മരണാനന്തര ചടങ്ങുകളും കാര്യങ്ങളൊക്കെ അധികമൊന്നും ഇല്ലല്ലോ. പക്ഷെ അത് ബന്ധുക്കൾ ഏറ്റെടുത്താൽ എങ്ങനെയാണ് ഉണ്ടാവുക? അതാണ് ഈ സിനിമയിലെ പ്രധാന. 16 ദിവസം ഒരാൾ മരിച്ചിട്ട് അടുത്ത 16 ദിവസം നടക്കുന്ന കഥയാണ്. ഇതിനകത്ത് പല ഇനിയിപ്പോ 1-2 സിനിമ കൂടി വരാനുണ്ട്. മകേഷ് കേശവ് സംവിധാനം ചെയ്ത ധ്യാൻ ശ്രീനിവാസൻ നായകനായ 11 സിനിമ വരാനുണ്ട്. ചേട്ടാ, നിരവധി ഹിറ്റുകൾ സമ്മാനിച്ച ദിബുചേട്ടന്റെ അവസ്ഥ ചേട്ടൻ അറിഞ്ഞാണല്ലോ. നിരവധി ഹിറ്റുകളും സീനിയർ സംവിധായകരും. ഞാൻ ഇപ്പൊ നേരത്തെ ഒരാളോട് ചോദിച്ചു, എനിക്കിത് പറയാനുള്ളത് ഒരു ആർട്ടിസ്റ്റിനെ കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ചെളിവാരി അറിയാതെ അങ്ങനെ ചെയ്യാതെ. എന്ന് പറയുന്ന ഒരു സീനിയർ സംവിധായകനാണ്. അത് തന്നെ നിരവധി ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുണ്ട്. പുതുതലമുറ ആളുടെ പേര് മെൻഷൻ ചെയ്യുന്നത് പുതുതലമുറ പ്രൊമോഷനിൽ പങ്കെടുക്കാതെ മറ്റു ചില സിനിമകൾക്ക് അവർ പ്രോത്സാഹനവും നൽകി. പൈങ്കിളി പോലുള്ള സിനിമയെ വാനോളം പുകഴ്ത്തി. അത് എന്താ ഈ പ്രൊമോഷന് പോകാതെ ഇരിക്കുന്നതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല, അതിനെ അനുകൂലിച്ച് പറയുന്നില്ല. അല്ല, പോകാതിരിക്കാനുണ്ടായ കാരണം എന്താണ്, അങ്ങനെ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ അത് പറയണം. ആ കാരണം എന്താണെന്ന് അത് പരിഗണിക്കണം. പിന്നെ ഒരു ഡയറക്ടറെ മനോവിഷമം എന്താണെന്ന് മനസ്സിലാക്കണം. ഒരു സിനിമയിലെ ഒരു സിനിമാക്കാരൻ എന്ന വാക്കിന് അനുയോജ്യനായ ആൾ ആരാണ്? അങ്ങനെയല്ല. സിനിമാക്കാരൻ, ഞാനൊരു സിനിമാക്കാരനാണ് എന്ന് പറയാൻ അർഹതയുള്ള ആൾ ആരാണ്? ആദ്യത്തെ ആൾ സംവിധായകനാണ്. ഒരു സംവിധായകനാണ് സിനിമ ക്രിയേറ്റ് ചെയ്യുന്നത്.
പ്രൊഡ്യൂസർ വന്നിട്ട് ബാച്ചിലർ പാർട്ടിയുടെ മിസ്സിസ് ആൻഡ് മിസ്റ്റർ ബാച്ചിലർ പാർട്ടിയുടെ പ്രൊഡ്യൂസർ വന്നിട്ട് എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ അപ്പം ഇത്രയും സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ദിബുചേട്ടന്റെ അവസ്ഥ. അല്ല, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. കാര്യം അതിനെക്കുറിച്ചൊന്നും പറയാൻ എനിക്കറിയില്ല. നമുക്ക് പറയാനുള്ളപ്പോ ഞാനിപ്പോ പറയാൻ പറ്റുന്നപ്പോ അഭിനേതാക്കളുടെ സൈഡിൽ നിന്നാണ്. അഭിനേതാക്കളെ കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ സംഘടനയിൽ പരാതിപ്പെടണം. അതിനാണ് അമ്മയിൽ പരാതിപ്പെടണം. എന്താണ് കാരണമെന്ന് പരാതിപ്പെടണം. ഇങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റവും പറഞ്ഞ് സങ്കടവും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് അതിൻ്റെതായ വഴിക്ക് നീങ്ങണം. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഈ സിനിമ ആത്മസഭയെ കുറിച്ച് ചോദിക്കണം, അല്ലെ വേറെ എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് അതുകൊണ്ട് സൈഡിൽ കൂടെ ചോദിച്ചു. ചില കലാകാർക്ക് സാമൂഹ്യ പ്രതിബദ്ധത വേണം. ഞാൻ ഒരു കലാകാരനാണ്. സാമൂഹിക പ്രതിബദ്ധത അല്ല സാമൂഹിക പ്രതിബദ്ധത കലാകാരന് മാത്രം മതിയോ? എല്ലാ മനുഷ്യരും വേണം, എല്ലാവർക്കും വേണം. ലോകത്തിലെ ഏറ്റവും വലിയ മാഫിയ എന്ന് പറഞ്ഞാൽ ആരെന്നറിയാമോ? ജനങ്ങൾ തന്നെയാണ്. ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റു വിധത്തിൽ എല്ലാ ജനങ്ങൾക്കും ഓരോ മാഫിയ ബന്ധമുണ്ട്. അവര് നിശബ്ദമായിട്ടിരിക്കണോണ്ട് തന്നെയാണ് ഈ കുഴപ്പങ്ങൾ. ഇപ്പൊ സിനിമ കണ്ടിട്ടാണോ ആൾക്കാർ വഴി പിഴയ്ക്കുന്നത്, വഴി തെറ്റുന്നതൊക്കെ? നടൻ വിജയരാഘവൻ സാറ് പറഞ്ഞതുപോലെ എന്റെ കുട്ടി ഒരു തെറ്റ് ചെയ്താൽ അതിന് കുറ്റക്കാരൻ ഞാനാണ്. മക്കളെ വളർത്തേണ്ട രീതിക്ക് വളർത്തി കഴിഞ്ഞാൽ ഒരു മക്കളും വഴി തെറ്റില്ല. നേരത്തെ രാവിലെ മക്കൾക്ക് ഉറക്കം എഴുന്നേൽക്കുമ്പോൾ തന്നെ മൊബൈലും കൈ കൊടുത്ത് അവന് പരമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. എന്തിനാണ് ഒരു കുട്ടിയുടെ മുമ്പിൽ വെച്ച് മാതാപിതാക്കൾ തമ്മിൽ വഴക്കൂടുന്നത് പോലും അവരുടെ മാനസിക അവസ്ഥയെ മാറ്റും. ഈ ഇപ്പോഴത്തെ സാഹചര്യം സിനിമയല്ല, പൊതു സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അതൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നു? നോക്കിക്കാണാൻ ഒരുപാട് മാറിപ്പോയില്ലേ? ഒരാൾ 5 കൊലപാതകമൊക്കെ ചെയ്യുക. ഈ 5 കൊലപാതകത്തിനിടയ്ക്കുള്ള അത്രയും സമയം അയാളുടെ മനസ്സെന്തായിരിക്കും? അത് നമ്മളെ കാവലിൽ ചെന്ന് ചാടാത്തത് അതുകൊണ്ട് ഇപ്പൊ ഇവിടെ നിൽക്കും. തലമുറ ആലോചിച്ച് ഭയമുണ്ടോ? തലമുറയെ കുറിച്ച് ഇത് എല്ലാ കാലത്തുള്ളതല്ലേ? എല്ലാ കാലത്തും നല്ല കുട്ടികളില്ലേ? നല്ല കുട്ടികളില്ലേ അല്ലേ? സ്പോർട്സിലായിരുന്നാലും കലാരംഗത്തൊക്കെ ആയിരുന്നാലും നല്ല കുട്ടികളില്ലേ? എല്ലായിടത്തും നല്ല കുട്ടികളും കാര്യങ്ങളും ഉണ്ട്. വഴി പഠിച്ചു പോകുന്ന കുട്ടികളെ ആ വഴി നേർവഴിക്ക് കൊണ്ടുവരാൻ ചിലപ്പോൾ താമസിച്ചു പോകുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഈ സിനിമയിലെ രാഷ്ട്രീയത്തിനെ പറ്റി പറയുന്നുണ്ടല്ലോ, ചെറിയ രീതിയിൽ രാഷ്ട്രീയം വരുന്നുണ്ടല്ലോ, പാർട്ടി രാഷ്ട്രീയമല്ല, ഒരു രാഷ്ട്രീയക്കാരനെയാണ് പറയുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ അതായത് കോളേജ് അവിടെയൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ആവശ്യമുണ്ടോ? അതാണോ ഈ തലമുറയെ ഇപ്പം അവര് വളർന്നു വരുമ്പോ തന്നെ അവരുടെ ഉള്ളിൽ? ഞാൻ ഒരു രാഷ്ട്രീയക്കാരനല്ല. ശരിയാണോ? വിദ്യാർത്ഥികൾ പഠിക്കാനാണ് പോകുന്നത്, അവരിലേക്ക് ഈ രാഷ്ട്രീയം ഉപയോഗിക്കേണ്ട കാര്യമുണ്ടോ? അതാണോ ഇന്നത്തെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം? എനിക്ക് അഴിമതി എന്ന് അടങ്ങുള്ളൂ തീരുമാനമുണ്ട്. അല്ല, ഞാൻ ചോദിക്കുകയുള്ളൂ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലം തൊട്ടേ വിദ്യാർത്ഥി സമരവും വിദ്യാർത്ഥി സംഘടനകളും ഉണ്ട്. കലാലയങ്ങളിൽ നിന്നാണല്ലോ വിദ്യാർത്ഥികൾ ഉണ്ടായത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്ത് ഏറ്റവും സമര മുഖത്ത് ഏറ്റവും നല്ല പങ്ക് വഹിച്ച വിദ്യാർത്ഥി സമരം. എന്താ പോലുള്ള പണ്ടൊക്കെ ശാരീരിക ഉപദ്രവത്തിലോട്ടും മർദ്ദനത്തിലോട്ടും അതൊരു കൊലപാതകത്തിലോട്ടും കുട്ടികൾ ആത്മഹത്യയിലോട്ടും ഒക്കെ പോകുന്നത് ഇത്തരം കാര്യങ്ങളിൽ അത് പ്രചോദനമാണ്. ഇതിനൊക്കെ ഉള്ള ഉത്തരവാദിത്തമാണ്. കുട്ടികൾ വരുന്നത് വീട്ടിൽ നിന്നാ വരുന്നത്. ഓക്കെ, ഒരു സ്കൂളിൽ എന്ന് പറയുന്നത് പല അന്തരീക്ഷത്തിലുമുള്ള ജീവിക്കുന്ന കുട്ടികളാണ്. അവരാണ് ആ സ്കൂളിലേക്ക് വരുന്നത്. അവിടെ വന്നു കഴിയുമ്പോൾ പിന്നെ അധ്യാപകരുടേതായിട്ടുള്ള ശിക്ഷണത്തിൽ ആണ് പിന്നെ ഒരു ദിവസത്തിലെ കുറച്ച് മണിക്കൂർ കുട്ടികൾ സ്കൂളിൽ കഴിയുന്നത്. വീണ്ടും അവരുടെ വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. അവരുടെ ചുറ്റുപാടിലേക്ക് തന്നെയാണ് പോകുന്നത്. ആ ചുറ്റുപാടുകൾ നന്നായിരുന്ന കുട്ടികളും നന്നാവും. ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്നു, നേരത്തെ പറഞ്ഞു, ഇപ്പോഴും പറയുന്നു, ഒരു കുട്ടി ഒരു കുറ്റം ചെയ്താൽ അതിന്റെ കുറ്റക്കാരൻ അതിന്റെ മാതാപിതാക്കൾ തന്നെയാണ്. കുട്ടികളെ വളർത്തുന്ന സമയത്ത് തൊട്ട് വളർത്തണം. അല്ലാതെ കുട്ടിക്കാലത്ത് ഒരു തെറ്റ് കാണുമ്പോൾ ചെയ്യുമ്പോൾ അത് അവൻ വളർന്നു വരുമ്പോൾ മാറിക്കോളും എന്ന് പറഞ്ഞതൊന്നും ശരിയല്ല. അപ്പം തൊട്ട് ലഹരി ഉപയോഗം വളരെ വലിയ തോതിൽ കാണപ്പെടുന്നുണ്ട്. അത് എങ്ങനെയാണ്? അത് എങ്ങനെ നമുക്കത് കൺട്രോൾ ചെയ്യാം? അത് നിങ്ങൾ എക്സൈസ് പോലീസിനോടും എക്സൈസ് വകുപ്പിനോടും ചോദിക്കണം എങ്ങനെ കൺട്രോൾ ചെയ്യുന്നുള്ള. ഞാൻ എന്താ പറയാന് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്തുമാത്രം മയക്കുമരുന്ന് കാര്യങ്ങളാണ് ഓരോ ദിവസവും പിടിക്കുന്നത്. അപ്പൊ പോലീസ് നിഷ്ക്രിയമാണോ? പോലീസ് അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നില്ലേ? അത് ചെയ്യുന്നുണ്ട്. പിന്നെയും കുട്ടികൾ വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് തുടങ്ങണം. ഇനി ഒരു കുട്ടിയെ മയക്കുമരുന്നായിട്ട് പിടിച്ച് ആ കുട്ടിയുടെ മാതാപിതാക്കളെ കുറിപ്പിച്ച് അവസാനം അപ്പം മാറി. പിന്നെ സാറ് നമ്മളെ ഗുരുവല്ലേ, ഉണ്ട്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞുള്ളൂ. അത് സാറാണ് തീരുമാനിക്കുക. കാരണം അങ്ങനെ വരെ സാധ്യതയില്ല. കാരണം എന്ന് വെച്ചാൽ ബിജു പൗലോസ്
സഞ്ചരിക്കുന്ന ഒരു പോലീസുകാരല്ലേ, പുതിയ സ്ഥലത്ത് പോകുമ്പോൾ അവിടെ പുതിയ കുറെ ആൾക്കാർ കാണുമായിരിക്കും, അങ്ങനെയൊക്കെ